ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും ചാരുമുടി ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3 പേരുടേതാണ്. 3-ൽ 2 പേർക്ക് പെർമനൻറ്റ് ബ്ലോട്ടർ വിത്ത് കെരാറ്റിനും ഒരാൾക്ക് നാനോപ്ലാസ്റ്റിയാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ നല്ല കേൾസുള്ള ഹെയറും ഷോർട്ടാണ് ഹെയർ. അപ്പം ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അഴിച്ചിട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം ആ രീതിയിൽ. രണ്ടാമത്തെ ഹെയർ സ്മൂത്തനിങ്ങും വോളിയമൈസും ഒക്കെ ചെയ്ത് നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ഫേസിന് ചേരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് ഹെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് 6 മാസമൊക്കെ ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് കെരാറ്റിനും കൂടെ ചെയ്ത് കൊടുക്കണം. കാരണം നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആയിരുന്നല്ലതുകൊണ്ട്. മൂന്നാമത്തെ ഹെയർ നേരത്തെ ഇത് നമ്മുടെ അടുത്തിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യം പെർമനൻറ്റ് ബ്ലോട്ടർ വിത്ത് കെരാറ്റിൻ ചെയ്ത് രണ്ടാമത് റൂട്ട് ടച്ച് ചെയ്തിപ്പോൾ നമ്മൾ നാനോപ്ലാസ്റ്റിയാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാരണം ഹെയർ കളറൊക്കെ യൂസ് ചെയ്യുന്ന ഹെയർ ആയതുകൊണ്ട് നാനോപ്ലാസ്റ്റിയാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് 6 മാസമുണ്ട് ഇതിന് റിസൾട്ട്. നമ്മൾ ഈ റൂട്ട് ടച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഉണ്ട്. പക്ഷേ എന്നാൽ ഇത് ചെയ്തിട്ടുള്ളവർക്ക് കൂടുതൽ ആൾക്കാരും റൂട്ട് ടച്ച് ചെയ്താൽ മതിയെന്ന് പറയും. എന്നാലും നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ നാനോപ്ലാസ്റ്റ് തന്നെ റൂട്ട് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. അത് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയും, അതിന് നാനോപ്ലാസ്റ്റി ആണെങ്കിൽ അത് ചെയ്താൽ മതിയെന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ഡാമേജ് ഒക്കെ മാറും. പിന്നെ നമ്മൾ ഹെയർ കളറൊക്കെ യൂസ് ചെയ്താൽ ഹെയർ പെട്ടെന്ന് ഡ്രൈ ആവത്തില്ല. അതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗമല്ലേ ഗ്രേ വരുന്നത്. അപ്പം നമ്മളെപ്പോഴും 15 ദിവസമോ അല്ലെങ്കിൽ 20 ദിവസമൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഹെയർ കളർ യൂസ് ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹെയർ ഭയങ്കര സോഫ്റ്റായി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലില്ല. അതുകൊണ്ടാണ് നാനോപ്ലാസ്റ്റ് ഞാൻ പറയുന്നത്. അപ്പോൾ നാനോപ്ലാസ്റ്റ് ചെയ്യാം. അത് നമ്മൾ വാഷ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഹെയറിൻ്റെ സ്ഥിതി അറിയാൻ പറ്റും പിടിച്ച് നോക്കുമ്പോൾ. അപ്പം നാനോപ്ലാസ്റ്റ് എങ്കിൽ നാനോപ്ലാസ്റ്റ് ചെയ്യിക്കും. റൂട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റൂട്ട് ടച്ച് ചെയ്യും. അത് ഹെയർ നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. ഞാൻ എപ്പോഴും ഹെയറിനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ, സ്കിന്നിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ സ്കിന്നിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ടേ. അപ്പോൾ സ്കിന്നിനെ കുറിച്ചെന്ന് പറയാൻ ഞാൻ 50+ അല്ലെങ്കിൽ 40+ ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നൈറ്റും ഡേയും 2 നേരം രാത്രിയിലും രാവിലെ ഇടാനുള്ള ഫേസ് സിറം ഉണ്ട്. ആ ഫേസ് സിറം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. ഇപ്പോൾ നൈറ്റ് സിറം ആണെങ്കിൽ നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 3 ഡ്രോപ്സ് മതി. നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് മസാജ് കൊടുത്തിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നല്ല രാവിലെ ആകുമ്പോഴത്തേക്ക് അത് നമ്മുടെ സ്കിന്ന് നല്ല ഡ്രൈനെസ് ഒന്നുമില്ല, നല്ല ക്യൂട്ടായിരിക്കും സ്കിന്ന് കാണാനായിട്ട്. അതുപോലെ ഡേ സിറം എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ രാവിലെ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഈ സിറം ഉപയോഗിക്കുക. അതും ഒരു 2-3 ഡ്രോപ്സ് മതി. അത് ഉപയോഗിച്ച് ജസ്റ്റ് മസാജ് കൊടുത്തതിന് ശേഷം അത് നമുക്ക് ഓരോ പോർഷനിലുള്ളതുകൊണ്ട് ഈ പോർഷനിലുള്ളത് ഇങ്ങനെയും കൊടുക്കുക. അത് 5 പ്രാവശ്യം കൊടുക്കാം. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതും അതും 5 പ്രാവശ്യം. പിന്നെ ഇവിടുന്നും 5 പ്രാവശ്യം. പിന്നെ നെറ്റിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് 5 പ്രാവശ്യം ഇങ്ങനെ കൊണ്ടു കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഏരിയ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ വിരൽ വെച്ച് ഉപയോഗിച്ച് ചെയ്യുക. ഈ വിരൽ വെച്ച് കണ്ണിൻ്റെ ഈ പോർഷൻ നമ്മൾ റൗണ്ട് കൊടുക്കാവും. പിന്നെ നമ്മുടെ നോസ് മൂക്കിന് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് അത് വെച്ച് ഒന്ന് മസാജ് കൊടുക്കുക. അത്രയും മസാജ് കൊടുക്കുക. അത് നമ്മൾ നൈറ്റിലാണെങ്കിലും ഡേയിലാണെങ്കിലും ഈ സിറം ഇടുന്ന സമയത്ത് അത്രയും മാത്രം ചെയ്താൽ മതി. അത് ഞാൻ എൻ്റെ അടുത്ത് വന്ന് മേടിക്കുന്നവരാണെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കും എങ്ങനെ ചെയ്യേണ്ടേ ആ മസാജ് കറക്റ്റായിട്ട്. അപ്പോൾ അത്രയും ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഇടാം. സൺ പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് നമുക്ക് പുറത്ത് പോകാം. ഒരു കുഴപ്പമില്ല, നല്ല ഗ്ലോ ആയിരിക്കും. നമ്മുടെ സ്കിന്നിന് ഫൗണ്ടേഷനോ കോമ്പാക്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അത് എല്ലാവരും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഒരു 40+, 50+ ഒക്കെ ആകുന്നവർ ഉറപ്പായിട്ടും ഇത് ഉപയോഗിച്ച് നോക്കിയാൽ ഏറ്റവും നല്ലതാണ്. നമുക്കത് ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ കൈക്കും കാലിനൊക്കെ നല്ല ഡ്രൈനെസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നൈറ്റിൽ കിടക്കാൻ നേരം നമുക്ക് കാലിനും കൈക്കുമൊക്കെ നല്ല ചുളിവുകളുള്ളവരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ 2-3 ഡ്രോപ്സ് നമുക്ക് കൈക്കും കാലിനും ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ അതിന് വലിയ വിലയില്ല, 500 രൂപ അത്രയൊക്കെ വില വരുന്നുള്ളൂ അതിൻ്റെ ഒരു സിറത്തിന്. അത് നൈറ്റ് സിറത്തിന് 2 കൂടെ മേടിക്കുമ്പോൾ 1000 രൂപ. അത് കുറേ നാളത്തേക്ക് കാണുകയും ചെയ്യും. അപ്പോൾ അതെല്ലാവരും മേടിച്ച് ഉപയോഗിക്കുക. പിന്നെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ആ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. എന്നാൽ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നത് കാണാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. നല്ല കേൾസുള്ള ഹെയറും
നല്ല ഡ്രൈനെസ് ഉള്ള ഹെയറാണ്. അതുപോലെ മുകളിൽ നിന്നുള്ള ഹെയറിനെയുള്ള ആ ലെങ്ത് താഴോട്ടുള്ളത് തീരെ കുട്ടി ഹെയറാണ്. അപ്പം ചെവിയുടെ ആ ഭാവമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു നേരെ വരുന്നത് മൊത്തം. അപ്പം ഈ ഹെയർ നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലതായിട്ടുള്ളൊരു ഹെയർ കിട്ടി, നല്ല തിക്കായിട്ടുള്ളൊരു ഹെയറാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ കെരാറ്റിനൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി അഴിച്ചിട്ടോണം അടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. അത്യാവശ്യം ലെങ്തും ഉണ്ട്. ഇനി 6 മാസം ആകുമ്പോൾ തന്നെ ഇത് റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം. കാരണം 6 മാസം ആകുമ്പോൾ തന്നെ റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് കേൾസ്, നല്ല കേൾസുള്ള ഹെയർ ആയതുകൊണ്ട് സ്കാൽപ്പിൽ നിന്ന് ഇറങ്ങുന്ന നല്ല കേൾസാണ് ഹെയർ. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ റൂട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും സ്കാൽപ്പിൽ നിന്ന് വരുന്നത്. ഓരോ മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. ഇത് രണ്ടാമത്തെ ഹെയർ. ഇത് സ്മൂത്തനിങ്ങും വോളിമൈസും ഒക്കെ ചെയ്ത് നല്ല ഡാമേജായ ഹെയറാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് വന്നത് ഹെയർ. അപ്പം ഇത് ഇപ്പോൾ നമ്മളിതിനകത്ത് റൂട്ട് ടച്ചും പിന്നെ നമ്മളിതിനകത്ത് കെരാറ്റിനും കൂടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഹെയർ കുറച്ചൊന്ന് കട്ട് ചെയ്ത് എൻ്റെ ഭാഗം ചെറിയൊരു കെൽസാക്കിയിട്ടുണ്ട്. ഇത് മാസത്തിലൊരു പ്രോട്ടീനും ചെയ്യണം. ഇത് റൂട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് ഇനി കെരാറ്റിനും കൂടെ ചെയ്ത് കൊടുക്കണം. ഫേസിനൊക്കെ നല്ല ചേഞ്ച് ആയിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇത് മൂന്നാമത്തെ ഹെയർ. നേരത്തെ നമ്മുടെ അടുത്ത് 2 പ്രാവശ്യം വന്നതാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനും ചെയ്ത് പിന്നെ റൂട്ട് ടച്ചും ഒക്കെ ചെയ്തതാണ്. ഹെയർ തീരെ തിന്നായിട്ടുള്ള ഹെയർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ലെങ്ത് ആയിപ്പോയി ഹെയറിന്. അപ്പോൾ ഹെയറിൻ്റെ ലെങ്ത് കുറയ്ക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഈ പ്രാവശ്യം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് ഇത് നാനോപ്ലാസ്റ്റിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് കട്ടി. ഇനി നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ റൂട്ട് ടച്ച് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ നാനോപ്ലാസ്റ്റിയുടെ റിസൾട്ടും 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ റൂട്ട് ടച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ നിന്ന് ചെറുതായിട്ട് കിളുത്ത് വരുന്നത് നമുക്ക് വീണ്ടും റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂട്ടിലാണ് ചൊവ്വ മുതൽ ശനി വരെ, ഞായറും തിങ്കളും ഗുരുവായൂർ ശീബലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.